ഇസ്രായേലുമായുള്ള ആക്രമണത്തിൽ വിജയം തങ്ങൾക്കാണെന്ന അവകാശവാദമാണ് ഇറാൻ ഉയർത്തുന്നത്. ഇറാൻ നടത്തിയ പ്രഹരം അമേരിക്കയ്ക്ക് മുഖത്ത് അടി കിട്ടിയതുപോലെയെന്നും ഇനിയും ആക്രമണത്തിന് തുനിയരുതെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലിയുടെ മുന്നറിയിപ്പ്. ഖമേനി ഇസ്രായേൽ പൂർണ്ണമായും ഇല്ലാതെയാകുമെന്ന ഘട്ടമെത്തിയതോടെയാണ് US സഹായിക്കാനെത്തിയതെന്നും അലി ഖമേനി. നിന്ദ്യമായ വധത്തിൽ നിന്ന് ഖമേനിയെ രക്ഷിച്ചത് താനാണെന്നും ആണവ പദ്ധതി വീണ്ടും തുടങ്ങിയാൽ ഇറാനിൽ ബോംബിടുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖമേനിയോട് അനാദരവ് കാട്ടരുതെന്നും ഭീഷണി വേണ്ട എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി. ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര ഖ്യാതി നേടിയ വ്യോമ പ്രതിരോധ സംവിധാനം ഭേദിക്കാൻ കഴിയുമെന്ന് ഈ ആക്രമണത്തിലൂടെ ഇറാൻ തെളിയിച്ചു. ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ അവീവ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ ഇറാൻ മിസൈലുകൾ വ്യാപക നാശനഷ്ടമുണ്ടാക്കി. രാത്രി മുഴുവൻ ഇസ്രായേൽ ജനങ്ങൾക്ക് ബങ്കറുകളിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നത് ഇറാന്റെ പ്രഹരശേഷിയുടെ തെളിവായി കണക്കാക്കുന്നു. ഉന്നത സൈനിക ജനറൽമാർ കൊല്ലപ്പെട്ടിട്ടും ഇറാന്റെ പോരാട്ടവീര്യം ഒട്ടും കുറഞ്ഞില്ല എന്നതും എടുത്തുപറയേണ്ട കാര്യമാണ്. മാത്രവുമല്ല, സൈനിക ശക്തിയായ അമേരിക്കയെ വെല്ലുവിളിച്ച് ഖത്തറിലെ US സേനാ താവളത്തിൽ മിസൈൽ ആക്രമണം നടത്താനും ഇറാന് കഴിഞ്ഞു. തുടക്കത്തിൽ തിരിച്ചടി കിട്ടിയെങ്കിലും ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചു തുടങ്ങിയതോടെ ഇറാന് ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതികളെപ്പോലെ അവരുടെ ക്ലസ്റ്റർ മിസൈലുകൾക്ക് മുന്നിലും ഇസ്രായേൽ പകച്ചുപോയി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ടതോടെ തങ്ങൾ തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയെന്ന് ഉറപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു. ഇത്തരമൊരു ആക്രമണത്തിന് ലോകത്തൊരു സൈന്യത്തിനും കഴിയില്ലെന്ന് ട്രംപ് അവകാശപ്പെടുകയും ചെയ്തു. ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടും ഇറാന്റെ സഖ്യകക്ഷികളായ ചൈനയും റഷ്യയും അപലപിച്ചതല്ലാതെ നേരിട്ട് രംഗത്തിറങ്ങാത്തതും USന്റെ മേധാവിത്വം ശക്തിപ്പെടുത്തുന്നതായിരുന്നു. ഇറാന്റെ മർമ്മത്തടിച്ചെങ്കിലും സ്ഥിതി കൈവിട്ടു പോകാതിരിക്കാൻ ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞു. ഇസ്രായേലിന് സഹായങ്ങളൊക്കെ ചെയ്യുമ്പോഴും അറബ് രാജ്യങ്ങളെ കൂടെ നിർത്താൻ കഴിഞ്ഞതും ഡൊണാൾഡ് ട്രംപിന്റെ നേട്ടമായാണ് കണക്കാക്കുന്നത്. മാത്രവുമല്ല, ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ നേരിട്ടിടപെട്ട് അവസാനിപ്പിച്ചു എന്ന നാടകം കളിച്ചതിലൂടെ സമാധാന സ്ഥാപകൻ എന്ന സ്ഥാനവും ട്രംപ് നേടിയെടുത്തു. യുദ്ധത്തിന് 12 ദിന യുദ്ധം എന്ന് സ്വന്തം നിലയ്ക്ക് ഡൊണാൾഡ് പേരിടുകയായിരുന്നു. ഈജിപ്തും ജോർദാനും സിറിയയും ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുമായി ഇസ്രായേൽ 1967 നടത്തിയ 6 ദിന യുദ്ധത്തിന്റെ സ്മരണ ഉയർത്തുന്ന പേരാണ് ട്രംപ് നൽകിയത്. അറബ് രാജ്യങ്ങൾക്ക് വിയോജിപ്പും നിരാശയുമുണ്ടായിരുന്നു. അതിനിടെ പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തെ തന്നെ പ്രതിസന്ധിയിലാക്കാൻ സാധ്യതയുണ്ടായിരുന്ന സംഘർഷം അവസാനിപ്പിച്ചതിന്റെ പേരിൽ ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നൽകണമെന്ന വാദം പോലും ഉയർന്നു. അതേസമയം പൂർണ്ണ വെടിനിർത്തൽ അറിയിച്ച ട്രംപ് ഇസ്രായേലും ഇറാനും അംഗീകരിച്ച നിബന്ധനകളും മറ്റും എന്തെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇറാന്റെ പക്കലുണ്ടെന്ന് പല വിദഗ്ധരും കരുതുന്ന 60% സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാം യുറേനിയം എന്തു ചെയ്യുമെന്നും അറിയിച്ചിട്ടില്ല. ഇറാനിൽ ഭരണമാറ്റമെന്ന ഇസ്രായേലിന്റെ നിലപാടിന് ഡൊണാൾഡ് ട്രംപ് അധിക താൽപര്യം കൊടുത്തില്ല. മുൻപ് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ലിബിയയിലും നടത്തിയ നീക്കങ്ങളുടെ അനന്തരഫലം എന്തെന്ന് ട്രംപ് ഭരണകൂടത്തിന് നന്നേ അറിയാം. അത്തരമൊരു നീക്കം പശ്ചിമേഷ്യയിൽ സൈനിക ശക്തിയിലും സാമ്പത്തിക പുരോഗതിയിലും മുൻപിൽ നിൽക്കുന്ന ഇറാനോട് നടക്കില്ലെന്ന് മനസ്സിലാക്കാൻ ട്രംപിന് ഒരു ഉപദേശകന്റെ ആവശ്യവുമില്ലായിരുന്നു. മാത്രവുമല്ല, കരയുദ്ധം അസാധ്യമായിരിക്കെ വ്യോമാക്രമണത്തിലൂടെ ഇറാനെ പരാജയപ്പെടുത്താനാകില്ലെന്നും ട്രംപ് മനസ്സിലാക്കിയെന്ന് വേണം കരുതാൻ. ബഹ്റൈനിലും ഖത്തറിലും മറ്റും സൈനിക കേന്ദ്രങ്ങളിലും 40,000-ലേറെ സൈനികരുണ്ടെങ്കിലും ഇറാനുമായി യുദ്ധം നടത്തി സ്വന്തം പട്ടാളക്കാരെ കുരുതിക്കൊടുത്താൽ US ജനത തന്നെ വിചാരണ ചെയ്യുമെന്നും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ലോക പോലീസ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാനാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ട്രംപ് അനുവാദം കൊടുത്തത്. ഇതൊരൊറ്റത്തവണ ആക്രമണമാണെന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതോടെ ഇനി ഇറാൻ സാഹസത്തിന് ഒരുമ്പിടരുതെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. സംഘർഷമൊഴിഞ്ഞു എന്ന ആശ്വാസത്തിലിരിക്കുമ്പോഴാണ് പ്രകോപനപരമായ പ്രസ്താവനകളുമായി ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമേനി രംഗത്തെത്തിയത്. ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ വിജയം തങ്ങൾക്കൊപ്പമായിരുന്നു എന്ന് ഖമേനി അവകാശപ്പെട്ടു. ഈ വിജയം അമേരിക്കയുടെ മുഖത്തേറ്റ ശക്തമായ അടിയാണ്. ഇസ്രായേൽ പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് ഉറപ്പായ ഘട്ടത്തിലാണ് US യുദ്ധത്തിൽ നേരിട്ടിടപെട്ടതെന്നും ഖമേനി പറഞ്ഞു. യുദ്ധത്തിൽ നിന്ന് USന് യാതൊരു നേട്ടവും ഉണ്ടായില്ലെന്നും അലി ഖമേനി ആഞ്ഞടിച്ചു. ഖമേനിയുടെ പ്രസ്താവന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും പ്രകോപിപ്പിച്ചേക്കാൻ ഇടയുണ്ട്.
അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ ഇരു രാജ്യങ്ങളുടെയും നീക്കം എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം.